ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ തെളിവ് ശേഖരണത്തിന് പോലീസ്. ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും നാളെ കോടതി പരിഗണിക്കും. രഞ്ജിത്തിനെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസ് നീക്കം. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി സിനിമാ സെറ്റിൽ ഉള്ളവരുടെ മൊഴി എടുത്തു തുടങ്ങി. നവമി ദിനേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, അവധി ദിവസങ്ങൾ ആണ്, അതിനുശേഷം കോടതിയിലേക്ക് അടക്കം ഈ ജാമ്യാപേക്ഷയുമായി എത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതിനു മുമ്പ്, അതായത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാരവൻ ഐഡന്റിഫൈ ചെയ്തു. അതിൽ പക്ഷേ CCTV ദൃശ്യങ്ങളില്ല. പിന്നീട് പരിസര പ്രദേശങ്ങളിൽ CCTV അടക്കം പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒപ്പം ഈ രഞ്ജിത്തിനെ ഒളിവിൽ താമസിപ്പിക്കാൻ സഹായിച്ചവരെ അടക്കം ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുമെന്നതൊക്കെയാണല്ലോ വിവരം. എന്താണ് അധികമായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് നവമി? അഭിലാഷ്, 3 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. ഇതിൽ കാരവാനിലടക്കം എത്തിച്ച, ഈ സിനിമാ സെറ്റിലടക്കം എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് 3 ദിവസത്തെ കസ്റ്റഡി. വിശദമായ ചോദ്യം ചെയ്യൽ. നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നു രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അതിനു മുൻപ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കണം. അതിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കുക എന്നൊരു ദൗത്യമാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരവാൻ കണ്ടെത്തി, പക്ഷെ അതിൽ CCTV ഇല്ല. കാരവാനിന് പുറത്ത് CCTV ഉണ്ട്. ഇതിലെ ദൃശ്യങ്ങളടക്കം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. അതിന്റെ ഈ ജനുവരി 30 തീയതി നടന്ന സംഭവമാണ്. ചിലപ്പോൾ അതിന്റെ ബാക്കപ്പ് ഒക്കെ കിട്ടി വരുമ്പോൾ അല്പം സമയം എങ്കിൽ പോലും എത്രയും വേഗം അത് ശേഖരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. മറ്റൊന്ന്, രഞ്ജിത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ച സിനിമാ താരം കൂടിയായിട്ടുള്ള ജോബി കുര്യനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വിളിപ്പിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു അസിസ്റ്റന്റ് ഡയറക്ടർ നവമിയിലേക്ക് തിരികെ എത്താൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും നേരത്തെ തന്നെ പരാതികൾ ഉയർന്നിട്ടുള്ള, സമാനമായ പരാതികൾ നേരിടുന്ന ആൾ ആണ് രഞ്ജിത്ത്. അതിനുശേഷമാണ് ഈ വീണ്ടും പരാതി വന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഗുരുതരം ആകുന്നത്. അതിൽ തന്നെ ഈ കാരവാനിൽ വെച്ചാണ് ലൈംഗിക അതിക്രമം നടത്തിയത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. നവമി, ഈ സൂചിപ്പിക്കുന്ന പോലെ പരാതികൾ ഇതിനു മുമ്പുണ്ടായിട്ടുള്ളതാണ്. ആ പരാതികൾ കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും പരാതി ഉയരുന്നു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ പരാതി അങ്ങേയറ്റം ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് കഴിയുന്നത്ര തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകും എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും അഭിലാഷ്, കഴിഞ്ഞ 2 കേസുകളിലും സംഭവിച്ചത് തെളിവുകളുടെ അഭാവവും ഈ പരാതി നൽകാനുള്ള ഒരു കാലതാമസവുമായിരുന്നു. പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ അത് കുറവാണ്. വേഗം തന്നെ പെൺകുട്ടി പരാതി നൽകി. ആ കുട്ടി, നടി, അവർക്ക് കൗൺസിലിംഗ് അടക്കം നേടേണ്ടി വന്നൊരു കാലതാമസം ഒഴിവാക്കി കഴിഞ്ഞാൽ പരാതി നൽകുകയും കൃത്യമായിട്ടുള്ള മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. കാരവാൻ അടക്കം കണ്ടെത്തി. പക്ഷേ ഇതിന്റെ തെളിവുകളുടെ കുറച്ചുകൂടി ശേഖരിക്കണം. പ്രത്യേകിച്ച് ഈ അന്ന് പെൺകുട്ടി കാരവാനിൽ നിന്നും ഇറങ്ങി ഓടി സഹപ്രവർത്തകരോട് തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞതിൽ പലരും കേരളത്തിന് പുറത്താണെന്നാണ് പോലീസിന് കിട്ടിയ വിവരം. അവരെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇനി അവരൊക്കെ മൊഴി മാറ്റാനുള്ള ഒരു സാധ്യതയും പോലീസ് കണക്കാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, എതിർഭാഗത്ത് നിൽക്കുന്നത് രഞ്ജിത്തിനെ പോലെ സിനിമാ മേഖലയിൽ വലിയ സ്വാധീനമുള്ള, വർഷങ്ങളായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്കെതിരെ എത്രമാത്രം തെളിവുകൾ നൽകുവാൻ അല്ലെങ്കിൽ എത്രമാത്രം മൊഴി നൽകുവാൻ ഈ സഹപ്രവർത്തകർ തയ്യാറാകുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം അത് എത്രയും വേഗം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഈ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഒരു യുവതിയുണ്ട്. അവരാണ് ഈ കാരവാനിലേക്ക് പെൺകുട്ടി എത്തുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്നതെന്നാണ് ഈ പെൺകുട്ടി നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയാണെങ്കിൽ അവരെയും വൈകാതെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ നാളെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയും അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകുന്നത്. പരിഗണിക്കും. അപ്പോഴറിയാം എന്താണ് രഞ്ജിത്തിന്റെ കാര്യത്തിൽ കോടതി എടുക്കുന്ന തീരുമാനം. അതിനു മുൻപ് കൃത്യമായിട്ടുള്ള തെളിവുകൾ, കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം കോടതിയെ ബോധിപ്പിക്കാനാണ് പോലീസും തയ്യാറെടുക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിക്ക് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും അപേക്ഷ നൽകുക.
ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന് എതിരെ കൂടുതൽ തെളിവ് ശേഖരണത്തിന് പോലീസിന്റെ നീക്കം നടക്കുന്നു. ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും നാളെ കോടതി പരിഗണിക്കും. വാർത്തയുടെ വിശദാംശങ്ങളാണ് നവമി നൽകി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.